ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനും അമ്മയും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും കേട്ടോ. ഇറങ്ങുമ്പോഴേക്കും പ്രകാശൻ വിക്രത്തിനെ വിളിക്കുന്നുണ്ട്. വിക്രം ഫോൺ എടുക്കുന്നില്ല. അപ്പം അമ്മ പറയണ്ടേ, അവൻ ഫോൺ എടുക്കില്ലടാ, അവൻ്റെ സ്വഭാവം എനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ. ഞാൻ പറഞ്ഞില്ലടാ പ്രകാശൻ, നമ്മൾ മാറ്റി ചിന്തിക്കാൻ നമ്മൾ റെഡി ആവണം. ഇനി മുതൽ ആണ് പെണ്ണെന്നൊരു വേർതിരിവ് കാണണ്ടടാ പ്രകാശൻ. അമ്മ വേണമെങ്കിൽ അങ്ങനെ കണ്ടോ, പക്ഷെ എനിക്കൊരിക്കലും അങ്ങനെ ആവാൻ പറ്റില്ല. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഞാൻ ആ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുള്ള കാര്യങ്ങളാണ് പെണ്ണുങ്ങൾ കുടുംബം കുലം മുടിപ്പിക്കും എന്നുള്ളത്. എൻ്റെ അനുഭവത്തിലും അങ്ങനെ തന്നെയാണല്ലോ. നിന്റെ അനുഭവത്തിൽ അങ്ങനെയാണെന്ന് നീ പറയണത്? ഏത് പെൺകുട്ടിയാണ് നിന്റെ കുലം മുടിപ്പിച്ചത്? സത്യമല്ല, നിന്റെ മോനല്ലേ കുലം മുടിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ്. അമ്മ എന്തൊക്കെയാ പറഞ്ഞത്? തരം കിട്ടിയപ്പോൾ എൻ്റെ രാജകുമാരനെ അമ്മ കുറ്റപ്പെടുത്താൻ നോക്കുവാണോ? രാജകുമാരൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണേ. എന്നിട്ട് എവിടെ പോയിടാ രാജകുമാരൻ? നീ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഒരു മരുന്നിന്റെ പൈസ കൊടുക്കാൻ അവനെ കൊണ്ട് പറ്റിയോ? ഇല്ലല്ലോ. ഞാൻ ഈ നാട് മുഴുവൻ ഈ പൊരി വെയിലത്ത് ഈ പ്രായത്തിൽ അല്ലയുടെ മുമ്പിൽ കൈനീട്ടിയാണ് മേടിച്ചെടുത്ത പൈസ കൊണ്ടാണ് നിന്നെ ഞാൻ ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചത്. അല്ലാണ്ട് അവൻ പൈസ ഒരു 10 പൈസ പോലും തന്നില്ലല്ലോ. പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ സരയുവിനെ കണ്ടിരുന്നു റോട്ടിൽ വെച്ചിട്ട്. ഞാൻ അവളുടെ മുമ്പിൽ കൈനീട്ടി, നിന്നെ പ്രകാശ എന്നെ ഡിസ്ചാർജ് ചെയ്യണം, എന്തെങ്കിലും പൈസ തന്ന് സഹായിക്കാവോ എന്ന് പറഞ്ഞ് കൈനീട്ടിയപ്പോൾ അവളെന്താ എന്നോട് പറഞ്ഞെന്നറിയാവോ? അവള് 1,00,000 രൂപ വിക്രത്തിന്റെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രകാശിന് വേണ്ടിയിട്ട്. അവൻ അങ്ങനെ പറഞ്ഞിട്ട് നിന്റെ പേരിൽ പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് അതിന് 10 രൂപ നിനക്ക് തന്നോ അത് ചോദിക്കുമ്പോഴേക്കും പ്രകാശൻ പറയുന്നുണ്ട്, അമ്മേ അവൻ അങ്ങനെ പൈസ മേടിച്ചിട്ടുണ്ട്, അവൻ അതിനുള്ള ആവശ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലാതെ എൻ്റെ മോനെ സഹായിക്കാതിരിക്കില്ല. നീ അങ്ങനെ തന്നെ പറടാ, ചത്ത് കിടന്നാലും നീ ഇങ്ങനെ തന്നെ പറഞ്ഞോട്ടോ, നിന്റെ അഭിപ്രായം ഒന്നും മാറരുത്. അമ്മ ഒന്ന് വന്നേ. അമ്മ ഇപ്പോൾ സ്വഭാവം മാറുന്നുണ്ട് അമ്മയുടെ. അമ്മക്കിപ്പോൾ ആ കിരണിനോടും കല്യാണെടുത്തും ഒക്കെ ഒരു ചായവുണ്ട് എന്ന് പറയുമ്പോൾ എടാ നല്ലത് കണ്ട നല്ലതാന്ന് പറയാനുള്ള ഒരു മനസ്സ് ഇപ്പം എനിക്ക് വന്നടാ. ആണോ? എങ്കിൽ നിങ്ങൾ വാ. നിങ്ങളെ ആ നല്ല ആൾക്കാർ കൊണ്ടുപോയെന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ കൊണ്ടുവന്നിടത്തേക്ക് നിങ്ങൾ നിൽക്കണം. എടാ പ്രകാശ്, നീ എങ്ങോട്ടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്? അതൊക്കെ പറയാം. ഓട്ടോ പൈസ കൊടുക്കാൻ പൈസ ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? അതൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട്. എങ്കിലും ഓട്ടോ കയറി എന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ കയറ്റുവാണ്. ശേഷം ഒരു സ്ഥലത്തെത്തുമ്പോഴേക്കും, ഒരു മഠം പോലത്തെ ഒരു സ്ഥലത്തെത്തുമ്പോഴേക്കും അവിടെ നിർത്തുവാട്ടോ. ഇത് ഏതാണ് സ്ഥലം പ്രകാശ? ഇതിന് ആയുർവേദ ഹോസ്പിറ്റലാണോ? നിനക്ക് ഉഴിച്ചിലും പിഴിച്ചെല്ലായിട്ട് നീ കൊണ്ടുവന്നതാണോടാ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഇറങ്ങ് എന്ന് പറഞ്ഞിട്ട് ഇറക്കുവാണ്. ശേഷം പ്രകാശൻ അവിടേക്ക് കൊണ്ടുപോവാണ്. അവിടെ എത്തുമ്പോൾ അമ്മമ്മക്ക് ഏകദേശം കാര്യം മനസ്സിലായി. അത് ആയുർവേദ കേന്ദ്രമൊന്നും അല്ലാതെ വൃദ്ധസദനമാണ്. അതായത് ആരും ഇല്ലാത്ത ആൾക്കാരെ ഉപേക്ഷിച്ചിട്ട് അവർ നോക്കുന്ന ഒരു സ്ഥലമാണതെന്ന് നമ്മുടെ അമ്മമ്മക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായ. പ്രകാശ, നീ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പിന്നെ നിങ്ങൾ ആര് നോക്കാനാ? ഈ വയ്യാത്ത നിങ്ങളെ കൊണ്ട് എവിടെ പോകാനാ? ഞാൻ വല്ല കടത്തിണയിലാണെങ്കിൽ കിടന്നുറങ്ങിക്കോളാം. അതുപോലെ നിങ്ങളെ കിടത്തി ഉറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് പറ്റിയ സ്ഥലം ഇത് തന്നെയാണ്. നിങ്ങളിവിടെ നിൽക്കുക, ഞാൻ മാസത്തിലങ്ങനെ നിങ്ങളെ കാണാൻ വരാം എന്ന് പറയാണ്. അപ്പൊ അവസാനം നമുക്ക് ഈ ഗതി ആയാലേടാ. ആ മക്കളെ സ്നേഹിച്ച് ആ മക്കളെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ വിശ്വസിച്ച് വളർത്തി വന്ന എൻ്റെ മോൻ്റെ മോനും ഇങ്ങനത്തെ അവസ്ഥയിലാണ് എന്നെ കൊണ്ട് നിർത്തിച്ചത്. ഇപ്പം മനസ്സിലായി, അനുഭവത്തിൽ നിന്നാണ് പാഠം പഠിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടല്ല. നിങ്ങളിലധികം മിണ്ടോന്നും വേണ്ട. നിങ്ങളിവിടെ നിൽക്കാൻ നോക്ക്. കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പൊന്നുപോലെ നോക്കിക്കോളും. 4 നേരം ഫുഡ് ഉണ്ട്, അതുപോലെ തന്നെ കിടക്കാൻ സ്ഥലമുണ്ട്, ഒരുപാട് പേര് കൂട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണം തള്ളേ? ഇവിടെ കിടക്കുക. എടാ പ്രകാശിനെ ആനും കൂടി വരട്ടെടാ. എടാ കടത്തിനാണെങ്കിൽ എടാ എനിക്ക് നിന്നെയും കാണാതിരിക്കാൻ പറ്റില്ലടാ. എനിക്ക് ആകെയുള്ളത് നീയും അതുപോലെ തന്നെ വിക്രവും ആയിരുന്നില്ലേ? നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ലടാന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ നിങ്ങളെ കാണാനൊക്കെ വരാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ അവിടെ നിർത്തി പോവാട്ടോ. അമ്മമ്മക്ക് ആകെ വല്ലാത്ത വിഷമം തോന്നുവാണ്. ഒരുപാട് നേരം പൊട്ടിക്കരയുന്നുണ്ട്. ശേഷം ആ സ്നേഹസദനത്തിലെ ആൾക്കാർ അമ്മമ്മനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ്. ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അമ്മമ്മ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോവാണ്. വേറൊന്നുമല്ല, കല്യാണി ചെറുപ്പത്തിൽ ഭക്ഷണത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വറ്റുണ്ടെങ്കിൽ അത് പിറക്കിയെടുക്കും. ആകെ 5-6 വറ്റേ ഉണ്ടാവുള്ളൂ. അത് വറ്റെന്ന് ഉദ്ദേശിച്ചാൽ ചോറിന്റെ കണികകൾ ഉണ്ടാവുള്ളൂ. അതുപോലും പിറക്കി എടുത്തിട്ട് ആ കഞ്ഞിവെള്ളം മാത്രമാണ് കല്യാണിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല കാടിവെള്ളം, അങ്ങനെ എന്തൊക്കെ ചെയ്യുമായിരുന്നു. കല്യാണിനെ ദ്രോഹിച്ചതിന് കഴിയും കണക്കില്ല. അതിനൊക്കെ തനിക്ക് തക്ക സമയത്ത് തന്നെ ദൈവം ശിക്ഷ തന്നതാണ്. കല്യാണി നല്ല കുട്ടിയായിട്ട് അവളെ ദൈവം പൊന്നുപോലും നോക്കുന്നു എന്നൊക്കെ അമ്മമ്മക്ക് മനസ്സിലായി കേട്ടോ. പിന്നെ അമ്മമ്മ അവിടുത്തെ പരിസരമായിട്ട് പെട്ടെന്ന് ഒത്തുപോകുന്നുണ്ട്. അവിടുത്തെ അമ്മമ്മമാരൊക്കെ പറയണ്ട്, ഇങ്ങനത്തൊക്കെ തന്നെയാണ് നമ്മുടെ മക്കളെയൊക്കെ ഒരുപാട് സ്നേഹിക്കും, അവർ വിശ്വസിക്കും. അവസാനം അവർ ഇവിടെ കൊണ്ടുവന്നാക്കും. നമ്മളെ ആവശ്യമില്ല, നമ്മൾ തള്ളിക്കളയുന്നവരെ, നമ്മളെ വേണ്ടെന്ന് വിചാരിക്കുന്നവരായിരിക്കും അവസാന ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഉണ്ടാവുക. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണോ ഇവിടെ ഒരു സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന്? ഇപ്പൊ ഈ സ്ഥലത്ത് നമ്മൾ എത്തി, നമ്മൾക്ക് പരസ്പരം ഒരു ബന്ധവുമില്ല, എന്നിട്ട് നമ്മൾ സ്നേഹിച്ചു ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ അമ്മൂമ്മമാരെ അപ്പൂപ്പന്മാരൊക്കെ അമ്മൂമ്മനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ പെട്ടെന്ന് ഒത്തുപോകണം. അമ്മൂമ്മ അവിടുത്തെ പണി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. അങ്ങനെ പഴയ സ്വഭാവമൊക്കെ മാറ്റി അമ്മ ഒരു പുതിയ മനുഷ്യ സ്ത്രീ ആവണം. അങ്ങനെ കല്യാണി അവിടെ ഇടക്ക് വരുന്നുണ്ട് കേട്ടോ. അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനോ അവർക്ക് പൈസ, അതുപോലെ തന്നെ അവർക്ക് ഫുഡ്, വസ്ത്രങ്ങൾക്കൊക്കെ വേണ്ടി കല്യാണി അവരെ വരാറുണ്ട് ഇടയ്ക്ക്. അങ്ങനെ കല്യാണി ഒരു ദിവസം വരുമ്പോഴേക്കും അവിടുത്തെ ഒരു അമ്മാമ്മ പറയുന്നുണ്ട്, മോളെ ഇവിടെ പുതിയൊരു കൂട്ടുകാരി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്.
പുതിയൊരു കൂട്ടുകാരി വന്നിട്ടുണ്ടെന്ന് പറയാണ്. പുതിയൊരു കൂട്ടുകാരിയോ? അതാരാന്ന് ചോദിക്കുമ്പോഴേക്കും ദേ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ കല്യാണി ഹലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും അത് വേറെ ആരും നമ്മുടെ അമ്മുമ്മയാട്ടോ. അമ്മുമ്മനെ കാണുന്ന കല്യാണി ആകെ ഞെട്ടിപ്പോവാണ്. നിങ്ങളോ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മൂമ്മ കരഞ്ഞു പോവാട്ടോ. അമ്മൂമ്മയുടെ കരച്ചിൽ നിന്ന് നമ്മുടെ കല്യാണിക്ക് മനസ്സിലായി ഇവർ ഒരുപാട് പാഠം പഠിച്ചിട്ടുണ്ട്. ഇവരുടെ സ്വഭാവം ആകെ മാറിയിട്ടുണ്ട് എന്നുള്ള സത്യം കല്യാണിക്ക് മനസ്സിലാവാണ്. കല്യാണി നമ്മുടെ അമ്മൂമ്മയുടെ അടുത്ത് പോകുമ്പോഴേക്കും അമ്മ പെട്ടെന്ന് കല്യാണിനെ കെട്ടിപ്പിടിക്കണം. മോളെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കണം. നിന്നോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയാണ്. അല്ല നിങ്ങളിവിടെ ഇങ്ങനെ എത്തി? അപ്പോൾ നിങ്ങളുടെ മോനും അതുപോലെ കൊച്ചുമകനൊക്കെയാ? കൊച്ചുമകൻ എവിടെയാന്ന് അറിയില്ല. മോൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതാണെന്ന് പറയാണ്. മോനെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ആമക്കളാണ് വലുത്, ആമക്കളാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുലം അങ്ങനെയാണ് എന്നെ വളർത്തിയത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മോനെയും വളർത്തി. അവനും ആ കാര്യങ്ങൾ അവൻ്റെ മോനെ പഠിപ്പിച്ചു. എന്നിട്ട് അവസാനം ഇങ്ങനെയായി. കാലത്തിനകത്ത് നമ്മൾ ചിന്തിച്ചില്ല. അതിൻ്റെ കൂലിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്നൊക്കെ പറയാണ്. അങ്ങനെ കല്യാണി പറയുന്നുണ്ട്, നിങ്ങൾ നല്ല ചിന്താഗതിയിലൂടെ ചിന്തിക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ നല്ല കാലം തുടങ്ങിയെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങളിവിടെ നിൽക്കുക. നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഞാൻ നിങ്ങളെ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ കല്യാണി പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കല്യാണി ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുന്നുണ്ട്. അമ്മൂമ്മനെ കാണുന്നുണ്ട്. അവർ സംസാരിക്കുന്നുണ്ട്. അമ്മൂമ്മക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അമ്മൂമ്മക്കും ആ കല്യാണിക്ക് ഭയങ്കര ഒരു സ്നേഹവും അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അമ്മൂമ്മ പറയുന്നുണ്ട്, എനിക്ക് നിന്റെ മോനെ കാണണം എന്നൊക്കെ പറയാണ്. ദീപനെ കാണണം, എല്ലാവരെയും കാണണം, കാദംബരിനെ കാണണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അമ്മൂമ്മനെ കാണാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ പ്രകാശിന് അറിയുന്നുണ്ട്. ഇതൊക്കെ അറിയുന്ന പ്രകാശൻ ദേഷ്യത്തോടു കൂടി തന്നെ അവിടേക്ക് വരുവാണ്. അമ്മൂമ്മയോട് ചോദിക്കേണ്ടത്, സത്യം പറ, ആ കല്യാണി എന്ന് പറഞ്ഞോളൂ നിങ്ങളെ കാണാൻ ഇവിടെ വരുന്നുണ്ടോ? അവള് നിങ്ങളെ കാണാൻ വന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതേടാ പറയാണ്. അവിടുത്തെ ആര് പറഞ്ഞു നിങ്ങൾ സംസാരിക്കട്ടെ, നിങ്ങളെ ഇനി ഇവിടെ നിൽക്കണ്ട, നിങ്ങളെ വേറെ വൃദ്ധസദനത്തിൽ ഞാൻ കൊണ്ടേ ആക്കാം വാ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. എടാ പ്രകാശന്റെ കൈ വിട്ര എന്ന് പറയുമ്പോൾ പ്രകാശൻ കൈയൊന്നും വിടുന്നില്ല. അമ്മൂമ്മനെ വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുക കേട്ടോ. ആ സമയത്ത് അവിടെ കല്യാണി ഉണ്ടായിരുന്നു. കല്യാണിയും അവിടുത്തെ കുറച്ച് അമ്മമാരും അച്ഛന്മാരൊക്കെ കൂടിയിട്ട് നമ്മുടെ അമ്മൂമ്മയുടെ കൈ പിടിച്ച് പ്രകാശൻ പോകണം അവരെ തൊട്ട് പുറകെ നിൽക്കുവാണ്. അമ്മൂമ്മ പ്രകാശിന്റെ കൈ പിടിച്ച് ഒരൊറ്റ ഇങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ ആക്കുവായിട്ട് പറയുന്നുണ്ട്, എന്നെ തൊട്ട് പോരുന്നേ, നിന്നെയൊക്കെ സ്നേഹിച്ചിട്ട് എന്താണ് എനിക്ക് ഈ വയസ്സാം കാലത്ത് കിട്ടിയത്? എനിക്ക് മനസ്സിലായി, അർഹത ഉള്ളവർക്കാണ് സ്നേഹം കൊടുക്കേണ്ടത്. നിനക്കും നിന്റെ മോനൊന്നും അർഹത ഇല്ലടാ. നിന്റെ മോൻ രാജകുമാരന്റെ വെറും നിന്റെ മോനെ പറയുന്ന പേര് പോലും ഇല്ല. ആ ഒരു രീതിയിലാണ് നിന്റെ മോനുള്ളത്. കൊലപാതകി, കള്ളൻ, മോഷ്ടാതാവ്. അമ്മ വെറുതെ എന്റെ മോനെ പറ്റി കുറ്റം പറഞ്ഞ നീ നിന്റെ മോനെ തലയെ വെക്കോ മടിയെ വെക്കോ എന്തിനും ചെയ്തോ, എനിക്ക് അവനെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നീയും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയണം. എനിക്കിപ്പോ എന്റെ കല്യാണി മോള് മാത്രമേ. ഓഹോ അപ്പൊ നിനക്കിപ്പോ ഒരു കല്യാണി മോളൊക്കെ ആയല്ലേ? അതെ, അവളുള്ളത് കൊണ്ടിട്ടാ ഇവിടുത്തെ ഞാൻ മാത്രമല്ല ഇവിടുത്തെ ഒരുപാട് അമ്മമാര് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ കല്യാണിനെ പോലത്തെ നല്ല മനസ്സുള്ളവരുള്ളത് കൊണ്ടിട്ടാടാ എന്ന് പറയാണ്. ദേ ഇനി അവളെ കുറിച്ച് ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞ എന്ത് ചെയ്യടാ നീ എന്ന് ചോദിക്കുകയാണ്. ശേഷം അമ്മമ്മ മുഖത്തൊരു ഒറ്റടി വെച്ച് കൊടുക്കട്ടെ. പ്രകാശനാകെ നാണം കെട്ടുപോണ്. അവിടെ കല്യാണിയും അമ്മമാരും അച്ഛന്മാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ എന്നെ തല്ലിയല്ലേ തള്ളി എന്ന് പറയണം. അതേടാ ഇനി എന്നെ കാണാൻ വന്നു പോരുത്, നിന്റെ അമ്മ ചത്തു എന്ന് വിചാരിച്ചാൽ മതി, നീ പോടാന്ന് പറഞ്ഞിട്ട് പിടിച്ച് തള്ളുവാണ്. അങ്ങനെ പ്രകാശൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം അമ്മമ്മനെ ചേർത്ത് പിടിക്കണ കല്യാണി. ശേഷം നമ്മുടെ കല്യാണി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറയുന്നുണ്ട് കേട്ടോ. വീട്ടിൽ വന്ന് പറയുമ്പോൾ കിരണിനോട് പറയണ്ട അമ്മമ്മേനെ ഇവിടെയൊക്കെ കൊണ്ടുവന്നാലും ചോദിക്കുമ്പോൾ വേണ്ട കല്യാണി ഇപ്പൊ കൊണ്ടുണ്ട്, അവർ കുറച്ചുകൂടി പാഠങ്ങൾ പഠിക്കാനുണ്ട്. അവിടെ അവർക്ക് കുറവുകളൊന്നും ഇല്ലല്ലോ. അവരെ പോലത്തെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരൊക്കെ ഇല്ലേ, അവർ കുറച്ചുകൂടി നല്ല കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ. എടുത്ത് ചാടി നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുക്കണ്ട. അവര് ദ്രോഹിച്ച് തന്നെ കഴിയും കണക്കൊന്നുമില്ല, നിനക്ക് അറിയാവുന്നതല്ലേ. അവർ നന്നായിട്ട് കുറച്ചുകൂടി നന്നാവേണ്ട കാര്യമുണ്ട്. അവരവിടെ നിൽക്കട്ടെ. ആവശ്യത്തിനനുസരിച്ച് നീ പോകുന്നുണ്ട്, അവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, അത് തന്നെ ധാരാളം കല്യാണി എന്ന് പറയണം. അങ്ങനെ ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെയാണ് കേട്ടോ കല്യാണിയും അമ്മൂമ്മയൊക്കെ കഴിഞ്ഞു പോകുന്നത്. അപ്പം അമ്മൂമ്മയുടെ സ്വഭാവം മാറി, ഇനി പ്രകാശിന്റെ സ്വഭാവം കൂടി മാറാനുള്ള. പ്രകാശിന്റെ സ്വഭാവം ഈ അടുത്ത കാലത്തൊന്നും മാറുമെന്നും തോന്നുന്നില്ല കേട്ടോ. പിന്നെ വിക്രം ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യങ്ങളും പ്രകാശിന് അറിയില്ല. അപ്പൊ കഴിഞ്ഞ ആഴ്ച കാണിച്ച പ്രോമോ എനിക്ക് തോന്നുന്നു പ്രകാശനും അമ്മുമ്മയും അതുപോലെ തന്നെ വിക്രവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രോമോ കാണിച്ചില്ലേ, ഒരു സീൻ കാണിച്ചില്ലേ, അത് മിക്കവാറും ഇതിന് മുമ്പ് ഉണ്ടായ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഷൈനയുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ഭാഗം, ആ ഭാഗത്തിൽ കാണിച്ച പ്രോമോ ഇല്ലേ, ആ പ്രോമോ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ വേറെ ആ ഭാഗം ഇനി കാണിക്കാൻ ചാൻസ് ഒന്നുമില്ല. ഇനി കാണിക്കുന്നത് ഈ ഭാഗങ്ങളൊക്കെ തന്നെയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.